ഇനി നമുക്ക് ബീഡ്സ് വെച്ച് എങ്ങനെയാണ് ക്രോസ് ഫില്ലിങ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെറിയൊരു ഷേപ്പ് വരയ്ക്കാം. വരച്ചിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ക്രോസ് ഫില്ലിങ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഡ്സ് വർക്കിൻ്റെ നീഡിലാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ബീഡ്സ് വർക്കിൻ്റെ നീഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ആദ്യം കുറച്ച് ബീഡ്സിനെ ലോഡ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ആദ്യം ഒരു കോർണറിൽ നിന്ന് ചെയിൻ എടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ചധികം ബീഡ്സിനെ ഇറക്കി കൊടുക്കണം. നമ്മൾ സിംഗിൾ ലൈൻ ചെയ്യുന്ന പോലെയല്ല, ലോഡ് അല്ലെങ്കിൽ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ ബീഡ്സ് ലോഡ് ചെയ്ത് വെച്ചാണ് ചെയ്യേണ്ടത്. ഇതുണ്ടോ, ഏകദേശം ആ ഒരു ബോർഡറിനെ കവർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു ബീഡിനെ കൂടെ കുറച്ച് കൊടുക്കാം. ഇതാ ഈ ഒരു ലൈനിൽ കവറാവുന്ന രീതിയിൽ ഒരു ചെയിൻ എടുത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ചെയിൻ ലോക്കും കൂടെ ഇടുക അവിടെ. എന്നിട്ട് മേളിലോട്ട് നമ്മൾ വെറുതെ ത്രെഡ് മാത്രം പോവുക. എന്നിട്ട് ആ ഔട്ട്ലൈനിൽ തന്നെ ചെയിൻ ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് വേണം ഇടാനായിട്ട്. ചെയിൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മുകളിലോട്ടായിട്ട് ഒരു ചെയിൻ ലോക്കും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ആവശ്യമുള്ള അത്രയും ബീഡ്സിനെ ഇറക്കി കൊടുക്കാം. ബീഡ്സ് അത്യാവശ്യം ഇറക്കിയിട്ട് ഒന്ന് വെച്ച് നോക്കുക. ഇത് ഇത്തിരി അധികമാണ്, അപ്പോൾ നമുക്ക് ഒരു ബീഡിനെ അതിൽ നിന്ന് എടുത്തേക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് വെച്ച് നമ്മൾ ആ ബോർഡറിൽ പോവുക. ബോർഡറിലാണ് ആദ്യത്തെ ചെയിൻ ഇടേണ്ടത്, പിന്നെ പുറത്താണ് ചെയിൻ ലോക്ക് ഇടേണ്ടത്. എന്നിട്ട് വീണ്ടും ഈ ബോർഡറിലേക്ക് ത്രെഡ് മാത്രമായിട്ട് പോവുക. കുറച്ചൊന്ന് ഇറക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിലോട്ട് വേണ്ട അത്രയും ബീഡ്സിനെ ഇറക്കി കൊടുക്കുക. നമ്മുടെ വരച്ച ഡിസൈനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ഫില്ലിങ്ങുകൾ ചെയ്യുമ്പോൾ ചെറിയ ഡിസൈൻ ആയാലാണ് ഏറ്റവും ഭംഗിയുണ്ടാവുക കേട്ടോ. ഇതിപ്പോൾ ഈ ബീഡ്സും കൂടെ ആവുമ്പോൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് നമുക്ക് ഈ ത്രെഡ് വെച്ച് തന്നെ ഒന്ന് ഔട്ട്ലൈൻ കൂടെ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സരി ത്രെഡ് യൂസ് ചെയ്യണമെങ്കിൽ സരി ത്രെഡും യൂസ് ചെയ്യാം. എപ്പോഴും ഫില്ലിങ്ങുകൾ ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ഇട്ടാലാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. ഒന്നെങ്കിൽ തുണിയുടെ അതേ കളറാണെങ്കിലും നമ്മളതിൽ ചെയ്താൽ ഭംഗി ഉണ്ടാവും. ബോർഡറിൽ വരുന്ന ഡാമേജുകളൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കോർണറും എല്ലാം നീറ്റാക്കി വരുന്ന രീതിയിൽ ചെയ്തു പോവാം. തുടങ്ങിയെടുത്ത് വന്ന് നമുക്ക് എൻഡ് ലോക്കും ചെയ്യാം കേട്ടോ. തുടങ്ങിയ ചെയിനിലേക്ക് ഒരു ചെയിൻ കയറ്റി ഇട്ട ശേഷം വേണം നമ്മൾ എൻഡ് ലോക്ക് ഇടാനായിട്ട്. ഓക്കെ.